അറിയില്ലെങ്കിലും സംസാരിക്കാൻ. കാരണം ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാൾക്ക് അയാൾക്ക് കുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാരണം പണിക്കാരൻ വന്നില്ലേ അയാൾ കയറിയിരിക്കണം. അത് ആ ഒരു കാര്യത്തിൽ ആഹാരടി സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സംസാരം എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. കൊച്ചിയല്ലേ? അതെ അതെ, കൊച്ചിക്കാരൻ. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനൊക്കെ ഇപ്പൊ ഞാനും ലജുബായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ലജുബായി ഞങ്ങളൊക്കെ ഓരോ രീതിയിൽ കുറെ പ്രോഗ്രാംസ് ഫേസ്ബുക്കിലും ഇതിലൊക്കെ പല ക്ലബുകളുടെ പേരിൽ, ഇപ്പൊ ഞാൻ കൊച്ചിൻ ക്ലബിന്റെ പേരിലായിരുന്നു, പുള്ളി ആൾക്കാരെക്കൂട്ടം എന്ന് പറഞ്ഞ ക്ലബിന്റെ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, ഞങ്ങൾ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ ഇതിലേക്ക് വരാൻ വേണ്ടി കുറെ ട്രിഗറിങ് പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമുക്കത് ഇതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ. അപ്പം ആ ഒരു കോമൺ മാന് എന്ത് വേണമെങ്കിലോ, ഇപ്പൊ നാളെ ജെറിനോ അല്ലെങ്കിൽ ജസ്റ്റിനോ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ കഴിവിന് ഞാൻ ഒരു കാലത്തും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അതെ, നിങ്ങൾ 15 വർഷം മുമ്പ് വന്നതോ 20 വർഷം മുമ്പ് വരാത്തത് എന്റെ തെറ്റല്ല, നിങ്ങളുടെ തെറ്റുമല്ല. അത്ര ഉള്ളു നമുക്ക് പറയാനുള്ളത്, മനസ്സിലാണോ? പിന്നെ എനിക്ക് തോന്നുന്നു ഈ ആഹാരടിയുടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, നിങ്ങളുടെ ആർജിസ് നല്ല എനർജറ്റിക് ആയിട്ടുള്ള യുവതന്മാര് അല്ലെങ്കിൽ യുവതികൾ ആണ്. അതിപ്പം ഈവൻ ഞാൻ കണ്ടു. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പം ആർജി ആക്കില് ഇപ്പം ഞാൻ നമ്മൾ ഈ ജിത്തുവിന്റെ ഒരു കമന്റ് ഈ ഒരു 2 അക്ഷരത്തിന് വേണ്ടി കാത്തിരിപ്പ് നമുക്കറിയാം. ഇവിടുത്തെ ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ട് ഒരുപാട് ടോക്കർ നടത്തുന്നവരാണ് ജിത്തു. കാരണം എന്നും ആളുടെ അഡ്വൈസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കേൾക്കാം. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് ഇവിടെ ഒരു FM അല്ലെങ്കിൽ FM ബോർഡ്, അതിന് മാത്രം FM ഇല്ല. നമ്മുടെ സത്യം പറഞ്ഞാൽ കാനഡയിലെ സ്പെഷ്യൽ ടൊറന്റോയിലെ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ അതിനൊരു പരമാവധി എക്സ്പ്ലോറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുതിയ പുതിയ സംരംഭങ്ങൾ വരണം. അതിന് ഞാൻ ഒരാളെ വിട്ടുപോയിട്ടുണ്ട്. കാരണം എന്റെ കാനഡയിൽ പുറകിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ടാസ്കുകൾ കിട്ടുക ഈ BGM പടത്തിന്റെ ആണ്. ഫ്രെയിം കാണിച്ചിട്ട് ദൈവത്തിന്റെ ഏത് ഭാഗമാണെന്ന് പറയുന്ന ഒരാളുണ്ട്. ആളിവിടെ ഇല്ലെന്ന് എനിക്കറിയാം. ആളാരാണ്? അത് എന്റെ വൈഫാണ്, ഷിനു എന്നാണ് പേര്. ഷിനു ആണ് ബേസിക്കലി എന്റെ കാനഡ വർക്ക്ഔട്ട് ചെയ്യുന്നത്. വർക്ക്ഔട്ട് ഫുൾ A to Z പുള്ളിക്കാരത്തെ ചെയ്യുന്നത്. അതിന്റെ പിന്നില് എന്താ പറയുക ഒരു ബ്രെയിൻ വർക്ക് മൊത്തം അതാണ്. പിന്നെ നമ്മൾ ഫാമിലിയായിട്ട് എന്താ പറയാ, വീട്ടിൽ ചെന്നേക്കും ഭാര്യ ഇങ്ങനെ ആലോചിക്കായിരിക്കും ഭർത്താവായിട്ട് നമുക്ക് ഇത് കിട്ടാനോ. അതെ, ബേസിക്കലി ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനെ വെച്ചിട്ട് ട്രോളാൻ പറ്റുന്ന ഭയങ്കരമാണ്. അത്യാവശ്യം നല്ല ട്രോളാണ്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തെ ആണ് ഇവിടെ ഇപ്പം കൺസോള് ഹാൻഡിൽ ചെയ്തത്. പുള്ളിക്കാരത്തെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ക്രിയേറ്റീവ് സൈഡില് പുള്ളിക്കാരത്തെയും നല്ലതാണ്. കാരണം നല്ല